139 സങ്കീർത്തനം 13, 14 വാക്യങ്ങൾ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. സത്കീർത്തനങ്ങളാൽ ദൈവാത്മാ സാന്നിധ്യത്തെ ദൈവമക്കളുടെ മേൽ പകർന്ന് അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ ദൈവനാമം മഹത്വപ്പെടട്ടെ. സൃഷ്ടിതാവിനെ ആരാധിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് അനിവാര്യമാണ്. ആയതിലേക്കായി ദൈവജനം ആരാധനാപൂർവം ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നു. ദൈവാത്മ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളെ തിരിച്ചറിയുന്നു. ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നു, തന്നെയും തൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെയും വിചിന്തനം ചെയ്തുകൊണ്ട് ഓർക്കുന്നു, അന്തരംഗങ്ങളെ നിർമ്മിച്ച ദൈവം. അമ്മയിൽ ഉരുവായ സമയം മെടഞ്ഞെടുത്ത ദൈവം. ഓരോ അനുഭവങ്ങളെയും ഓരോ അവയവങ്ങളെയും അവയുടെ ഏകീകരണത്തെയും സർവത്തെയും ഉളവാക്കിയവനായ ദൈവം. ഭയങ്കരമായി അതിശയകരമായി സൃഷ്ടിച്ച ദൈവം. അത്ഭുതകരമായി സകല ഘടനകളോടും വഴി നടത്തുന്ന ദൈവം. അത് തിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവപൈതൽ. ആ തിരിച്ചറിവോടെ കർത്താവ് നമ്മെ അതിശയകരമായി അത്ഭുതകരമായി വഴി നടത്തുന്നു എന്ന തിരിച്ചറിവോടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിനായിട്ട് സ്തുതിക്കുന്നു. ലക്ഷോപലക്ഷം ജനത്തെ ദൈവിക സാന്നിധ്യത്താലും സംരക്ഷണയാലും വഴി നടത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിതമാക്കുമ്പോൾ ഞങ്ങളെയും തിരിച്ചറിയുന്ന, ഞങ്ങളുടെ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുന്ന, ഞങ്ങളെ വഴി നടത്തുന്ന ഞങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അതിശയകരമായി അത്ഭുതകരമായി ഈ ദൈവം ഞങ്ങൾക്ക് സമീപസ്ഥനാണെന്ന തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്നുവല്ലോ. നല്ലവണ്ണം ഉള്ളം കൊണ്ട് ദൈവമാരെന്ന് തിരിച്ചറിയുന്നതിന്, ആരാധനാപൂർവം തിരിച്ചറിയുന്നതിന്, ആരാധനാപൂർവം തിരുനാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ മെനഞ്ഞ നാഥ, ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ശരീരവും ജീവിതക്രമങ്ങളും അങ്ങ് തിരിച്ചറിയുന്നതിനാണ് സ്തുതിക്കുന്നു. തിരുത്തപ്പെടേണ്ടുന്നത് തിരുത്തപ്പെടുവാനും, ചോദിച്ചു വാങ്ങേണ്ടുന്നത് അങ്ങിൽ നിന്ന് ചോദിച്ചു വാങ്ങുവാനും, ഉദാരമായി നൽകുവാൻ സന്നദ്ധനായിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാനും, ജീവിത വിജയം ജീവിത യാഥാർത്ഥ്യമാക്കുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവകൃപ ഞങ്ങൾ അനുഭവിക്കട്ടെ. ജീവിതത്തിൻ്റെ സർവ്വതോന്മുഖമായ നന്മകൾ അനുഭവിച്ച് തിന്മയെ അതിജീവിപ്പാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമുക്ക് ഏവർക്കും തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.